ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു മോർണിംഗ് വൈബാണ്. മഴ മൂടിക്കെട്ടി കിടക്കുകയാണ് പുറത്തേക്ക് നോക്കിയപ്പോൾ. അപ്പോൾ എന്നത്തെയും പോലെ പ്രകൃതി സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ എന്നിട്ട് കട്ടൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് പോയി. മഴ പെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണം. പെയ്യുമോ എന്നുള്ളത് ആകാശം നോക്കിയാൽ അറിയാം. കാർമേഘം മൂടിക്കിടക്കുകയാണ്. പക്ഷെ നമുക്കങ്ങനെ നോക്കി നിൽക്കാനും പറ്റില്ല. എന്തായാലും സ്കൂളൊക്കെ വർക്കിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ നേരെ പോയി കട്ടൻ്റെ വെള്ളമൊക്കെ വെച്ചു. കുടിക്കാനുള്ള വെള്ളം അതും അടുപ്പിലാക്കി. കട്ടനൊക്കെ തിളച്ചു. ചായയും റെഡിയാക്കി. കട്ടൻ എനിക്ക് കുടിക്കാനുള്ള കട്ടൻ മാറ്റിയിട്ട് ബാക്കി ചായ ചേർത്തു. അപ്പോഴത്തേക്കും പെരുമഴ. അതെനിക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. നല്ല മഴയായിരുന്നു. പിന്നെ ധനുക്കുട്ടനും മാധു ഉറക്കും. എങ്ങനെയെന്തോ പാവങ്ങൾ ഇല്ലല്ല, ധനുക്കുട്ടൻ ഉറക്കമല്ല, മാധു ഉറങ്ങിയിരുന്നു. ധനു ഇന്ന് നേരത്തെ എണീറ്റു. അവനാണ് എന്നെ ഉണർത്തിയത്. അപ്പം അവൻ എണീറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ പോവുമെന്തോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലിരിക്കുകയാണ് പിള്ളേർ മഴയത്ത്. പിന്നെ മോനിവിടെ അടുത്തല്ലേ സ്കൂള്. മറ്റു പിള്ളേർ എത്രയോ ദൂരെ നിന്ന് കുഞ്ഞു മക്കൾ വരുന്നു. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ വിഷയമില്ല. പിന്നെ ചോറിനുള്ള കുക്കറിൽ അടുപ്പിലേക്ക് വെച്ചു. വള്ളിപ്പയർ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തോരന് വള്ളിപ്പയറും സവാളയൊക്കെ അരിഞ്ഞ് കടുക് വറുത്തിട്ടു. പിന്നെ കടുക് വറുക്കുമ്പോൾ വറ്റൽമുളക്, കറിവേപ്പില, കടുക്, പിന്നെ ഉഴുന്ന് പരിപ്പ് ഇത്ര ഇട്ടിട്ട് ഇത് അരിഞ്ഞത് മിക്സ് അതിലിട്ട് പിന്നെ തത്തിപ്പൊത്തി അടച്ച് വയ്ക്കും. വാടി വരുമ്പോൾ അല്പം ഉപ്പ് ചേർക്കും. വീണ്ടും അടച്ച് വയ്ക്കും. പിന്നെ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി ഇത്രയും ചതച്ച് ഇതിലോട്ടിട്ട് കുറച്ച് നേരം അടച്ച് അരപ്പൊന്ന് വെന്ത് വരുമ്പോൾ ഇളക്കി പിന്നെ സെറ്റാക്കി കുറച്ച് നേരം നമുക്ക് ഇളക്കിയാൽ നമ്മുടെ ആവശ്യത്തിന്. ചിലർക്ക് നല്ല തുറുതുറാന്ന് വേണം, ചിലർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഏത് രീതിയിലെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് എടുക്കാം. അതാണ് ധനുവിനിവിടെ ഭയങ്കര ഇഷ്ടമാണ് പയറ് തോരൻ. പിന്നെ എന്തോ ഒഴിക്കാൻ വയ്ക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ വിചാരിച്ച് ചെറിയൊരു തീയിൽ കുക്കറിലുണ്ടാക്കാം. ഞാൻ കുക്കറിൽ ഇതുവരെയും വച്ചിട്ടില്ല. നമ്മൾ ചീനച്ചട്ടിയിൽ ഇങ്ങനെ വഴറ്റി എണ്ണയൊക്കെ തെളിയിച്ചല്ലേ തീയിലെടുക്കണം. നല്ല ഡാർക്ക് കളറിൽ വരും. ഞാൻ വിചാരിച്ചു ഇങ്ങനെ എടുക്കാമല്ല. ചെറിയ ഉള്ളി എന്തായാലും നല്ല ഗുണമുള്ള സാധനമാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ എങ്ങനെയും പോകുമല്ലോ. ഈ ലഞ്ച് ബോക്സിലാകുമ്പോൾ അവർ കഴിക്കുകയും ചെയ്യും. കൂട്ടുകാരോട് സ്കൂളിൽ ടീച്ചേഴ്സും ഒക്കെ ശ്രദ്ധിക്കണമുണ്ട്. അങ്ങനെ ഒരു 4-5 വെണ്ടയ്ക്ക, ഒരു കത്തിരിക്ക, കുറച്ച് ചെറിയ ഉള്ളി, എൻ്റെ കയ്യിൽ മുരിങ്ങയ്ക്കൊന്നും ഇല്ലായിരുന്നു. ഇത്രയും എടുത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചു. പിന്നെ തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റി അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം, വെള്ളം തൊടാതെ. എന്നിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് വരുമ്പോൾ ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് നല്ല കുറുകി വരും. ആ ഒരു ഇതിൽ ഈ കുക്കറിലൊന്ന് വിസിൽ പോലും വേണ്ട കേട്ടോ. വിസിലാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് അനന്ന് വരുമ്പോഴത്തേക്ക് കഷ്ണമെല്ലാം വാടിയിരിക്കും. അതിലേക്ക് അരപ്പ് ചേർത്തിട്ട് ആവശ്യമാണെങ്കിൽ കടുക് താളി വെച്ചാൽ മതി. ഞാൻ ഗ്യാരണ്ടി നല്ല തീയലാണ് കേട്ടോ. നമ്മൾ പണ്ടത്തെ പോലെ കഷ്ടപ്പെടണമെന്നൊന്നുമില്ല. രാവിലെ ചോറ് കിട്ടുന്ന സമയം ഇത് മതി ഒരു കറിയായിട്ട് നമുക്ക് എടുക്കാം. വേറെ ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല. പിന്നെ കളറ് അത്ര വരില്ല. പിന്നെ എണ്ണയൊന്നും ഇങ്ങനെ തെളിഞ്ഞ് കാണില്ല. ഉള്ളിൽ നിന്നും വഴറ്റിയല്ലല്ലോ എണ്ണയിലെടുക്കുന്നത്. പക്ഷേ എല്ലാം ഇതിൽ ചേരുന്നുണ്ട്. ചെറിയ ഉള്ളിയെല്ലാം നമുക്ക് കുട്ടികൾക്കത് പോഷകമുണ്ട്. ഇങ്ങനെ ഈ രീതിയിലാണ് എനിക്ക് കിട്ടിയത്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം പയറ് തോരൻ, മുട്ട ഒരു ഓംലെറ്റ്, ഉള്ളിത്തീയൽ ഇതായിരുന്നു ഇന്നത്തെ കറി. ഹാപ്പിയായിട്ട് പെരുമഴയത്ത് എൻ്റെ പൊന്നുമോൻ പോവുകയാണ്. ബൈ.